നമസ്കാരം. തനതായ ഹാസ്യശൈലി കൊണ്ട് ശ്രദ്ധ നേടിയ ചലച്ചിത്ര നടിയും ടെലിവിഷൻ അവതാരകയുമായ സുബി സുരേഷ് ഓർമ്മയായിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ആ വേർപാട് ഉൾക്കൊള്ളാനാകാതെയാണ് ഉറ്റവർ. മിമിക്രിയിലൂടെയും മോണോ ആക്ടിലൂടെയും ശ്രദ്ധ നേടിയ സുബി സുരേഷ് കൊച്ചിൻ കലാഭവനിലൂടെയാണ് മുഖ്യധാരയിലേക്ക് വരുന്നത്. സീരിയലുകളിലും 20-ലേറെ സിനിമകളും അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റേജ് ഹാസ്യ പരിപാടികളിലും ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. വിവിധ ടെലിവിഷൻ പരിപാടികളുടെ അവതാരകയായും തിളങ്ങി. കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് നടി മരണപ്പെടുന്നത്. മരണവാർത്ത ഏവർക്കും ഞെട്ടലായിരുന്നു. നടി ചികിത്സയിലാണെന്ന് പോലും മിക്കവർക്കും അറിയില്ലായിരുന്നു. കോമഡി വേദികളിൽ അവസാന കാലം വരെ സുബി സാന്നിധ്യം അറിയിച്ചു. ഇപ്പോഴത്തെ സുബിയുടെ ഓർമ്മകൾ പങ്കുവച്ച് താരത്തിന്റെ കുടുംബം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പരിപാടികൾക്ക് കൃത്യമായി പൈസ വാങ്ങാൻ സുബിയെ പഠിപ്പിച്ചത് രമേശ് പിഷാരടിയാണെന്നാണ് കുടുംബം പറയുന്നത്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് സുബിയുടെ അമ്മയും സഹോദരനും സംസാരിച്ചത്. അമൃത ടിവിയിൽ അടുത്തിടെ ഓർമ്മയിൽ നിന്നും എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഡയാന സിൽവസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സിനിമാല എന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് സുബിയാണ്. 10 വർഷം സിനിമാല ചെയ്തിട്ട് അവസാനം സുബി മേടിച്ചത് 2000 രൂപയാണ്. അതിൽ 200 രൂപ ടാക്സും കഴിച്ചിട്ട് 1800 രൂപ കിട്ടും. ഡ്രസ്സ് മേടിക്കേണ്ട. 10,000 രൂപയ്ക്ക് വരെ സുബി ഗൾഫിൽ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് പോരുമ്പോൾ മേടിക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി അത് ചിലവഴിക്കേണ്ടി വരുമെന്നും അമ്മ പറയുന്നു. സുബിക്ക് കാശ് കിട്ടി തുടങ്ങിയ കാലഘട്ടത്തിലാണ് അവൾ പോയത്. കുട്ടിപ്പട്ടാളം എന്ന പരിപാടി തുടങ്ങിയതിൽ പിന്നാലെയാണ് അവൾ രക്ഷപ്പെടുന്നത്. അതുവരെ കുറെ പാസ്പോർട്ട് ഉണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമുണ്ടായിരുന്നില്ല. കുട്ടിപ്പട്ടാളം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിഷാരടി പറഞ്ഞു, നിന്റെ റേഞ്ച് മാറി, ഇനി നീ കാശ് കൂടുതൽ വാങ്ങിക്കണമെന്നും. പിഷാരടിയുടെ പരിപാടികൾ ചെയ്യുമ്പോൾ കൂടുതൽ പൈസ കൊടുത്തു തുടങ്ങി. പിഷാരടിയാണ് എന്നെ കണക്ക് പറഞ്ഞ് പൈസ മേടിക്കാൻ പഠിപ്പിച്ചതെന്ന് അവൾ തന്നെ പറയുമായിരുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും അവൾ പോയി. രമേശ് പിഷാരടി കലാകാരന്മാർക്ക് വലിയ വില കൊടുക്കുന്ന വ്യക്തിയാണ്. അടുത്തിടെ ഇവിടെ വന്ന ഒരാൾ ചോദിച്ചത്, മമ്മൂട്ടിയും മോഹൻലാലും നിങ്ങൾക്ക് ഒന്നും തന്നില്ലേ എന്നായിരുന്നു. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സുബിക്ക് നല്ല രീതിയിൽ അറിയാം. അവർ തമ്മിൽ തമാശകൾ പറയാറുണ്ട്. അത്രയും ബന്ധങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ മുതലെടുക്കില്ല. സത്യൻ അന്തിക്കാടിൻ്റേത് ഒഴികെ എല്ലാ പ്രമുഖ സംവിധായകരുടെയും പടത്തിൽ അവൾ അഭിനയിച്ചിട്ടുണ്ട്. ഓരോരുത്തരും അഭിനയിക്കാൻ വിളിക്കും. അത് അഭിനയിച്ചു പോരുമല്ലാതെ വീണ്ടും അതിന്റെ പുറകിൽ പോകുന്ന പരിപാടി സുബിക്കില്ലെന്നും സുബിയുടെ അമ്മ പറയുന്നു. സുബിയുടെ മരണത്തിന് ശേഷം അങ്ങനെ ആരും വിളിക്കാറില്ല. പിഷാരടിയും ടിനി ടോമും വിളിക്കും. മഞ്ജു വാര്യരും വിളിച്ചിരുന്നു. അവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ഭർത്താവിന് ക്യാൻസർ ആണെന്ന് ആരോ അറിഞ്ഞു വിളിക്കുകയാണ്. അവർ വന്നപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഉള്ള സ്നേഹം നിലനിർത്തുക എന്നതല്ലാതെ നമ്മൾ ആരോടും സഹായം ചോദിക്കുന്നില്ല. മന്ത്രി പി രാജീവും ഇവിടെ വന്ന് എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ആവശ്യം വന്നാൽ വിളിക്കാമെന്നും അമ്മ കൂട്ടിച്ചേർക്കുന്നു. സുബിയുടെ മരണത്തിന് പിന്നാലെ സുബിയുടെ അമ്മയെ പോലെ ഒറ്റപ്പെട്ടുപോയ ഒരു വ്യക്തിയുണ്ട്. സുബിയുടെ ഭാവി വരനായിരുന്നു രാഹുൽ. അദ്ദേഹം സുബി അവസാനമായി കാണാനെത്തിയ നിമിഷം ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. സുബിയുടെ ഓർമ്മ ദിവസത്തിൽ രാഹുൽ പങ്കുവച്ച ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു. സുബിയുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ എടുത്ത ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കൂട്ടിച്ചേർത്തൊരു വീഡിയോയാണ് രാഹുൽ പോസ്റ്റ് ചെയ്തത്. എന്റെ ജീവിതാഭിലാഷമെല്ലാം പങ്കുവയ്ക്കാനായി എന്ന് തുടങ്ങുന്ന പാട്ടും രാഹുൽ ഇതിനൊപ്പം കൊടുത്തിരിക്കുകയാണ്. മരിക്കുന്നതിന് കുറച്ചു മുമ്പായി ആയിരുന്നു തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ പുറകെ കൂടിയിട്ടുണ്ടെന്ന് സുബി സുരേഷ് വ്യക്തമാക്കിയത്. താലി വരെ വാങ്ങിയിട്ട് എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് രാഹുൽ പുറകെ നടക്കുകയാണെന്നാണ് തമാശ രൂപേണ സുബി പറഞ്ഞത്. തനിക്ക് സുബിയെ ഇഷ്ടമാണെന്ന് രാഹുൽ സമ്മതിച്ചു. അങ്ങനെ സുബിയും രാഹുലും വൈകാതെ വിവാഹിതരാകേക്കുമെന്ന് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടയിലാണ് അസുഖബാധിതയായി സുബി ആശുപത്രിയിലാവുന്നത്. ഇക്കാര്യം പുറലോകം അറിഞ്ഞത് പോലുമില്ല. നേരത്തെ കരളോഗമുണ്ടായിരുന്ന സുബിക്ക് മഞ്ഞപ്പിത്തം കൂടി ബാധിച്ചതോടെ സ്ഥിതി വളരെ മോശമായിരുന്നു. കലാഭവനിൽ പരിപാടികളൊക്കെ ചെയ്ത് സ്റ്റേജ് പരിപാടികളുമായി തിരക്കിലായിരുന്നു രാഹുൽ. വിവാഹം കഴിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് സുബിയെ കണ്ടപ്പോഴാണ്. ഇപ്പോൾ അവൾ ഇല്ല. ഇനി അങ്ങനെ ഒരു ആഗ്രഹവുമില്ല. സുബിയുടെ ഓർമ്മകളുമായി കഴിയുകയാണ് രാഹുൽ. സുഹൃത്തുക്കളും വീട്ടുകാരും മാത്രമാണ് ഇപ്പോൾ രാഹുലിനുള്ളത്. ഒപ്പം സുബിയുടെ അമ്മയുടെ കാര്യങ്ങൾ തിരക്കാറുമുണ്ട്. ഞങ്ങളൊരു കാനഡ ട്രിപ്പിൽ വെച്ചാണ് ഇഷ്ടത്തിലാകുന്നത്. സുബി അമ്മയെ വിളിച്ചു പറഞ്ഞു. എന്നാൽ പിന്നെ വൈകിക്കേണ്ടെന്ന് അമ്മ പറഞ്ഞു. സുബി എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതലായി അമ്മ എന്നെ ഇഷ്ടപ്പെടുന്നു. മകൾ പോയെങ്കിലും ഒരു മോനെ കിട്ടിയെന്നവർ പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെയാണ്. അവർ അനുവദിച്ചാൽ ജീവിതകാലം മുഴുവൻ എനിക്ക് നോക്കണമെന്നുണ്ട്. തമാശയ്ക്കപ്പുറം സുബി ആത്മവിശ്വാസമുള്ളയാളായിരുന്നു. സ്വന്തം കുടുംബത്തെ നോക്കിയതിന്റെ ധൈര്യവും ആർജവും എപ്പോഴും മുഖത്തുണ്ടായിരുന്നു. എന്റെ കുടുംബം ഞാൻ നോക്കും, മറ്റാരെയും നോക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നായിരുന്നു സുബിക്ക്. പ്രൊഫഷണലായ സുബിയും വ്യക്തി ജീവിതത്തിലെ സുബിയും നല്ലതാണ് എന്നും രാഹുൽ നേരത്തെ പറഞ്ഞിരുന്നു. സുബിയുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു മകളുടെ വിവാഹം. കാനഡയിൽ വെച്ചാണ് ഈ രാഹുൽ എന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് സുബി പറഞ്ഞത്. അതിനെന്താ, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ലെന്ന് ഞാനും പറഞ്ഞുവെന്നും അമ്മ പറഞ്ഞിരുന്നു. തന്റെ അമ്മയെ വിട്ടു പിരിയാൻ താല്പര്യമില്ലാത്തതിനാലാണ് വിവാഹത്തോട് പലപ്പോഴും താല്പര്യമില്ലാതെ നിന്ന് സുബി നേരത്തെ പറഞ്ഞിരുന്നു. സുബിക്ക് കരൾ രോഗമില്ല. പൊട്ടാസ്യം, സോഡിയം എന്നിവ കുറവായിരുന്നു. ജാർഖണ്ഡിൽ നിന്നും വന്ന ശേഷം പാലക്കാട് ഒരു പരിപാടിക്ക് പോയിരുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ വൈകി. അസുഖ ലക്ഷണങ്ങളൊന്നും സുബി കാണിച്ചിരുന്നില്ല. പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ആശുപത്രിയിലായിരിക്കുമ്പോഴും നല്ല ഓർമ്മയോടെയാണ് സംസാരിച്ചത്. ആദ്യം ആശുപത്രി റൂമിലായിരുന്നു. പിന്നീടാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. സുബിക്ക് കൊടുക്കാവുന്നതിന്റെ മാക്സിമം നല്ല ട്രീറ്റ്മെന്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൃദയത്തിനായിരുന്നു പ്രശ്നമായത്. നമ്മൾ അവയവം ചോദിച്ചു ചെന്നതല്ല. സുബിയുടെ ബന്ധു ഇങ്ങോട്ട് വന്ന് അവയവം തരാൻ സമ്മതം അറിയിച്ചതാണ്. സുബി എല്ലാ ആരാധകരെയും കെയർ ചെയ്യും. ഒരിക്കലും താല്പര്യമില്ലെന്ന് പറഞ്ഞു പോകാറില്ല. മണിച്ചേട്ടനും സുബിക്കും കുറെ കാര്യത്തിൽ സാമ്യതയുണ്ട്. അവർക്ക് രണ്ടുപേർക്കും സഹജീവി സ്നേഹമുണ്ട്. സുബി മരണ വീടുകൾ പോകാറില്ലായിരുന്നു. മറ്റുള്ളവരുടെ കരച്ചിൽ കാണാൻ കഴിയാത്തതുകൊണ്ട്. സുബിയെയും കൊണ്ട് ഏത് പ്രോഗ്രാമിനും പോകാം, ഒരു ശല്യവുമില്ല എന്നും രാഹുൽ പറഞ്ഞിരുന്നു. മിമിക്രിയിലൂടെയും മോണോ ആക്ടിലൂടെയും ശ്രദ്ധ നേടിയ സുബി സുരേഷ് കൊച്ചിൻ കലാഭവനിലൂടെയാണ് മുഖ്യധാരയിലേക്ക് വരുന്നത്. സീരിയലുകളിലും 20-ലേറെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റേജ് ഹാസ്യ പരിപാടികളിലും ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു.
അവതരിപ്പിക്കുകയായിരുന്നു. വിവിധ ടെലിവിഷൻ പരിപാടികളുടെ അവതാരകയായും തിളങ്ങി. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ ജനിച്ച സുബി തൃപ്പൂണിത്തറ സർക്കാർ സ്കൂളിലും എറണാകുളം സെന്റ് തെരേസസ് കോളേജിലുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സ്കൂൾ കാലത്ത് തന്നെ നർത്തകിയായി പേരെടുത്തിരുന്നു. ബ്രേക്ക് ഡാൻസ് അവതരിപ്പിച്ച ശ്രദ്ധേയ സുബി വേദികളിൽ മിമിക്രിയും മോണാക്റ്റും അവതരിപ്പിച്ചിരുന്നു. പിന്നാലെ കൊച്ചിൻ കലാഭവനിൽ ചേർന്നു. സിനിമാല എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് ടെലിവിഷനിൽ ശ്രദ്ധിക്കപ്പെട്ടത്. നിരവധി വിദേശ വേദികളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. രാജസേനൻ സംവിധാനം ചെയ്ത കനക സിംഹാസനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലുള്ള അരങ്ങേറ്റം. പഞ്ചവർണ്ണത്തത്ത, ഡ്രാമ, 101 വെഡ്ഡിംഗ്, ഗൃഹനാഥൻ, കില്ലാടി രാമൻ, ലക്കി ജോക്കേഴ്സ്, എൽസമ്മ എന്ന ആൺകുട്ടി, തസ്കര ലഹള, ഹാപ്പി ഹസ്ബൻഡ്സ്, ഡിറ്റക്റ്റീവ് ഡോൾസ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ടെലിവിഷനിൽ സുബി അവതരിപ്പിക്കുന്ന പരിപാടികൾക്ക് ജനപ്രീതി ഏറെയായിരുന്നു. സുബി സുരേഷിന്റെ അകാല വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു. ഏറെ ഭാവിയുള്ള ഒരു കലാകാരിയാണ് സുബിയുടെ നിര്യാണത്തിലൂടെ നഷ്ടപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.